അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന എല്ലാ ഹദീസുകളും അവർ സ്വീകരിക്കും. അവരൊരിക്കലും ആഹാദ് മുത്തവാത്തിർ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യില്ല, അവക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുകയില്ല. എന്താണ് ആഹാദ് മുത്തവാത്തിറും? ആരെങ്കിലും അറിയോ? സൂൽ ഹദീസ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കറിയാലോ സനദ് മത്തിന് രണ്ട് ഭാഗങ്ങൾ ഹദീസിന് ഉണ്ടാവും. മത്തിന് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. ഈ ഒരു ഭാഗമാണ് മത്തിന്. നമ്മൾ സാധാരണ ഹദീസ് എന്ന് പറയുന്ന ഏത് ഭാഗത്തിനാ? മത്തിനെ. അതിനു മുമ്പ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന ഒരു ചെയിൻ ഉണ്ടാവും ആളുകളുടെ. ചിലപ്പോൾ ഉദാഹരണത്തിന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിക്കുക. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് എന്ത് ചെയ്യും? ആദ്യം അദ്ദേഹത്തിന്റെ ഷെയ്ഖിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, ഈ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദായ തബഉ താബിഈങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിൽ നിന്ന്, അദ്ദേഹം താബിഈങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാളിൽ നിന്ന്, താബിഈ ഏതെങ്കിലും ഒരു സ്വഹാബിയിൽ നിന്ന്, സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി, ഈ ഒരു ചെയിനാണ് എന്ത് പറയാ? സനദ് എന്ന് പറയാം. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ഒരുപാട് സനദ്, ഒരൊറ്റൊരു ഹദീസ് ആയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചെയ്തു, ഒരു കാര്യം, ഒരു സംഭവം. ആ ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ കുറെ സ്വഹാബികളുണ്ട്. ആ കുറെ സ്വഹാബികളിൽ നിന്ന് കുറെ താബിഈങ്ങൾ അത് ഉദ്ധരിക്കുന്നുണ്ട്. അവരിന്ന് ഒരുപാട് തബഉ താബിഈങ്ങൾ, അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇവരൊക്കെ പല പല നാടുകളിലാണ്. മദീനത്തുള്ള ഇബ്നു അബ്ബാസ്, മക്കത്തുള്ള ഇബ്നു അബ്ബാസ്, മദീനത്തുള്ള ഇബ്നു ഉമർ, അതുപോലെ തന്നെ കൂഫയിലുള്ള ഇബ്നു മസ്ഊദ്, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയാ, കണ്ടുമുട്ടാനും പരസ്പരം പറഞ്ഞുറപ്പിക്കാനൊന്നും പറ്റാത്ത രൂപത്തിൽ പല നാടുകളിലുള്ള ആൾ. ഇവരിൽ നിന്നൊക്കെ ഒരുപാട് ശിഷ്യന്മാർ, അങ്ങനെ എല്ലാവരും കേട്ടുവരുന്ന അങ്ങനെയുള്ള ഹദീസിനാണ് എന്ത് പറയാ? തവാത്തിർ എന്ന് പറയാം. എന്നുവെച്ചാൽ ഒരാൾക്ക് ഈ ഹദീസ് നോക്കുമ്പോൾ തന്നെ സനത് പരിശോധിക്കേണ്ട ആവശ്യം വരും. ഹദീസ് ഇത്രയും സനത് കാണുമ്പോൾ തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പിക്കാൻ പറ്റും ഈ ഹദീസ് സ്വഹീഹാണ്. അങ്ങനത്തെ ഹദീസുകൾക്കാണ് എന്ത് പറയാ? മുത്തവാത്തിർ എന്ന് പറയാം. അങ്ങനത്തെ ഹദീസുകൾക്കാണ് മുത്തവാത്തിർ. കുറെ ഷുറൂത്തുകൾ ഞാൻ വിശദീകരിക്കുന്നത്, കാര്യം മനസ്സിലാൻ വേണ്ടി ചുരുക്കി പറയാം. എന്നാൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ അല്ലാത്ത വേറെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വിഭാഗം. എന്ന് വെച്ചാൽ നമുക്കത് ഹദീസ് കിട്ടിയാലും പരിശോധിക്കണം, ഉറപ്പുവരുത്തണം. സനദില് ആരൊക്കെയാണ് വ്യക്തികൾ, എങ്ങനെയൊക്കെയാണ് കാര്യം, ഇയാൾ അത് കേട്ടിട്ടുണ്ടോ, ഇയാൾ അവിടെ പോയിട്ടുണ്ടോ, ഇയാൾ സ്വീകാര്യനാണോ, അങ്ങനെയാണോ, ഇതെല്ലാം കുറെ കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. ഇതൊക്കെ പരിശോധിക്കാൻ ആവശ്യമുള്ള ഹദീസുകൾക്കാണ് എന്ത് പറയാ? ആഹാദുകൾ എന്ന് പറയാം. മുത്തവാത്തിർ അല്ലാത്തതിന് ആഹാദ് എന്ന് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ പോലും പ്രചരിപ്പിക്കുന്ന പല നേതാക്കന്മാരും പരസ്യമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? വിശ്വാസകാര്യങ്ങളിൽ എന്തു വേണം? ഹദീസ് സ്വഹീഹായാലും പോരാ, എന്തു വേണം? മുത്തവാത്തിർ ആകണം. വിശ്വാസകാര്യങ്ങൾ അത് അംഗീകരിക്കാൻ, അത് സ്വീകരിക്കാൻ ഖബറുൽ ആഹാദ് പറ്റൂല, മുത്തവാത്തിർ തന്നെ വേണം. ഇത് സലഫുകൾക്കിടയിൽ പരിചയമില്ലാത്ത വാദമാണ്. അഹ്ലുസുന്നത്തിന്റെ നിലപാടിനെതിരാണ്. ഇത് ആരുടെ വാദമാണെന്നറിയോ? മുഅ്തസിലിയാക്കളുടെ വാദം. മുഅ്തസിലിയാക്കളുടെ വാദമാണ്. ഈ വാദം ഇന്നും നമ്മുടെ നാട്ടിൽ തന്നെ തൗഹീദിന്റെ വക്താക്കളാണ് എന്ന് പറയുന്ന വിഭാഗത്തിന് നേതാക്കന്മാർ പോലും പരസ്യമായി പറയുന്നുണ്ട്. ഇതിന്റെ എന്താ മറുവശം? എന്താ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താ? ഒരു ഹദീസ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് വരിക, അത് ഖബറുൽ ആഹാദ് എന്ന് വെച്ചാൽ മുത്തവാത്തിർ അല്ലാതെ വരിക, സ്വഹീഹായിരിക്കും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ആ ഹദീസിനെ തള്ളും. അതിനാണ് ഹദീസ് നിഷേധം എന്ന് പറയാം. നമ്മുടെ നാട് ഹദീസ് നിഷേധം എന്ന് പറയും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹായി കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. മുത്തവാത്തിർ ആയിക്കോട്ടെ, ആഹാദ് ആയിക്കോട്ടെ. ആഹാദിൽ തന്നെ പല ഇനങ്ങളുണ്ട്. മഷ്ഹൂറുണ്ട്, അസീസ്, അലി, പലതരത്തിലുണ്ട്. അത് നമുക്ക് വിശദീകരിക്കുന്നില്ല. അത് നിങ്ങൾ പഠിക്കണം. സൂൽ ഹദീസ് ഇതുപോലൊരു ദൗറ വെക്കണം. അപ്പൊ ഒരുപാട് ഇനങ്ങളുണ്ട് ആഹാദിൽ തന്നെ. അപ്പൊ മുത്തവാത്തിർ അല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യും? അവർ തള്ളും, മുഅ്തസിലിയാക്കും. അഖീദന്റെ വിഷയത്തിൽ മുത്തവാത്തിർ ആയത് മാത്രമേ ഇതെന്തിനാ പറയുന്നറിയോ? എന്തിനാണ് പറയുന്നത്? ഈ പേരും പറഞ്ഞ ഹദീസ് നിഷേധിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ മുത്തവാത്തിറാണ് പഠിച്ച് ഉറപ്പുവരുത്തി അത് സ്വീകരിക്കും, ആഹാദ് മാത്രം ഒഴിവാക്കും, അതിനൊന്നും വേണ്ടിയിട്ടൊന്നല്ല. അവർക്ക് തള്ളാൻ ഒരു കാരണം വേണം, അതുകൊണ്ട് ഇത് പറയുന്നു, അത്രേ ഉള്ളൂ. മുഅ്തസിലിയാക്കൾ തന്നെ മുത്തവാത്തിർ എത്രയോ സംഭവങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിനെ സംബന്ധിച്ച് അവർ നിഷേധിക്കുന്നുണ്ട്. അതൊക്കെ വരുന്നുണ്ട് വിഷയം. ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താ മാനദണ്ഡം? മുത്തവാത്തിർ ആകണമെന്നുണ്ടോ? അഖീദയാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ് സ്വഹീഹായി സ്ഥിരപ്പെട്ട് വരിക, സ്വഹീഹാവുക എന്നുള്ള വിശദീകരിക്കേണ്ട വിഷയമാണ്. അതിന് ശുറൂത്തുകളൊക്കെ ഉണ്ട്, അന്നിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ സ്വഹീഹായ ഒരു ഹദീസ് വന്നെത്തിക്കഴിഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ത് ചെയ്യും? അത് സ്വീകരിക്കും. മുത്തവാത്തിർ ആണെങ്കിലും ആഹാദ് ആണെങ്കിലും വിശ്വാസകാര്യങ്ങൾ അല്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? സ്വീകരിക്കും.